നമസ്കാരം ചേട്ടാ, എങ്ങോട്ട് പോകുന്നു? നാട്ടിൽ പോകുന്നു. ഇന്ന് റംസാൻ, ഇന്നിപ്പം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പേരെന്താ? മുസ്താഖ്. എവിടെ വീട്? എവിടെയാ? കുഞ്ചൂര്. എങ്ങനെ പോകുന്നു ഈ ജീവിതമൊക്കെ മൊത്തത്തിൽ? എന്താ ജോലി? പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ഇപ്പൊ കൂടുതലുണ്ടോ കുറവുണ്ടോ? ഈ നിർമ്മാണ തൊഴിലൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടു ഇടയ്ക്ക്. ആവറേജിൽ ഇങ്ങനെ പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ചൂടാണല്ലേ ഇപ്പൊ? പുറത്തിറങ്ങി നിന്ന് ഒരു 2 മണിക്കൂർ പെയിന്റിംഗ് വർക്കിന് പോകാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദറാണ് അല്ലേ? രാത്രി വലിയ ആഘോഷമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എനിക്കിത് പെരുന്നാൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ അല്ലേ? മണ്ഡലത്തിൽ എങ്ങനെയാ, ആർക്കാണ് മണ്ഡലത്തിൽ പെരുന്നാൾ? വോട്ടിന്റെ പെരുന്നാൾ ആർക്കായിരിക്കും? അത് സമദാനിക്കായിരിക്കോ, KSMCക്കായിരിക്കോ, ഇനി അത് നിവേദിതയായിരിക്കും? അത് ഈ പ്രാവശ്യത്തെ എങ്ങനെ വിലയിരുത്താന്ന് പറയാൻ പറ്റില്ല. മത്സരമാണോ മണ്ഡലത്തിൽ നടക്കുന്നത്? ഇപ്പോൾ മത്സരമാണോ? പൊന്നാനി സാധാരണ അങ്ങനെ കടുത്ത മത്സരം ഉണ്ടാവാറില്ലല്ലോ. സാധാരണ മത്സരം ഉണ്ടാവില്ല. അത് UDF ഒരു സീറ്റാണ്. ഇപ്പൊ ഇത്തവണ മത്സരം കടുക്കുന്നുണ്ടോ? മത്സരം ഉണ്ടാവും അല്ലേ? മത്സരം ഉണ്ടല്ലേ? ശക്തമായിട്ട് മത്സരമാണോ KSMC വന്നതിന് ശേഷം? സാധ്യതയുണ്ടോ KSMCക്ക്? KSMCക്ക് സാധ്യതയുണ്ട് എന്നാണ്. ഓക്കെ, അങ്ങനെ സാധ്യതയുണ്ടോ KSMCക്ക്? സാധ്യതയുണ്ട്. എന്താ മൊത്തത്തിൽ എവിടെ ചേട്ടൻ? ഇവിടെയാണോ വോട്ട്? ആണോ? ഇവിടെയാണോ? ഈ മണ്ഡലത്തിലാണ്. ഓക്കെ. അപ്പോ എങ്ങനെ പോകുന്നു? എന്താ ജോലി? മരമ്പട്ട്. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാണോ? പേരെന്താ നമ്മുടെ? സാജിദ്. ഓക്കെ. പക്ഷേ ഇപ്പം ഈ ചൂടത്തൊക്കെ മരമ്പെട്ടാൻ പോകുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറംപടി പൊതുവേ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ മരപ്പണിയും കൂടി ആവുമ്പോൾ അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. എന്നാലും ഇപ്പൊ പണിയുണ്ട്. പോകുന്നുണ്ട്. എങ്ങനെ മൊത്തത്തിൽ ഒരു സാധ്യത മണ്ഡലത്തില്? പൊതുവെ ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്. ഒരു ട്രെൻഡ് ആർക്കാണ്? ഇടതിനോ അതോ രണ്ട് ടൈറ്റ് മത്സരമാണ്. രണ്ട് ടൈറ്റാണ്. ഈ KSMC വന്നതിന് ശേഷം മണ്ഡലം ടൈറ്റായി മത്സരമാണ് അല്ലേ? കടുത്ത മത്സരം പൊന്നാനിയിലും നടക്കും. 100% നടക്കും അല്ലേ? ഇപ്പോ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ പേരെന്താ പറഞ്ഞത്? സാജിക്. അപ്പൊ ഈ പൗരത്വ വിഷയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാർ ചർച്ച ചെയ്യുന്നുണ്ട്. 100% ചർച്ച ചെയ്യും. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നു. അതിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്നൊരു വാചകമില്ല എന്നതാണ് മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത്. അതെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? കോൺഗ്രസിനോടുള്ള വിശ്വാസം കുറയുമോ അങ്ങനെ വന്നാൽ? 100% കോൺഗ്രസ് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുക. ആണോ? അതെന്താ കാര്യം? അങ്ങനെ ഒരു കാരണം തന്നെ നേരം വെളുത്ത അവര് BJP പോവാണ്. ഒരു പ്രതീക്ഷയില്ല. ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ പോയ നേരെ പോണ BJPക്കാണ്. അപ്പൊ അതിപ്പോ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. പ്രകടന പത്രികയിൽ നിന്നും പൗരത്വ നിയമ ഭേദഗതി ഒഴിവായി. അപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് ഒരു ആത്മാർത്ഥതയില്ല എന്ന് തോന്നൽ വന്നിട്ടുണ്ട്. 100% ഉണ്ട് അല്ലേ? ഒരു പ്രതീക്ഷയില്ല. കോൺഗ്രസിനോട് ഒരു വിശ്വാസമില്ല. അപ്പം ഇടതുമുന്നണി വരണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരുടെ എണ്ണം ഉണ്ട് പൊന്നാനി. 100% കൂടിക്കൊണ്ടിരിക്കുക. അത് KSMC വന്നതിന് ശേഷം കുറച്ചുകൂടി ഉഷാറായി. ആത്മാർത്ഥതയുണ്ട്. അങ്ങനെയുമുണ്ട്. അതാണ് ഇപ്പൊ പൊന്നാനി മണ്ഡലത്തിൽ മത്സരം ടൈറ്റ് ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരേ സമയം UDF കുത്തക മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും അടിയൊഴുക്കുകൾ ഇവിടെ സജീവമാണ്. KSMCയും ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. എങ്ങനെയാ പോകുന്നത്? എന്താ എങ്ങോട്ട് പോകുന്നു? എവിടെ പോകുന്നു? ഞാൻ താനൂർ പോകുന്നു. എവിടെ? താനൂർ പോകുന്നുണ്ട്. എന്താ ജോലി? ഞാൻ സോഡ കമ്പനി. മറ്റേ ഗോലി സോഡയോ അതോ മറ്റേ കുപ്പിയോ? എല്ലാം ഉണ്ട്. ബോട്ടില് ഇപ്പൊ ഈ ഗോലി സോഡ ഇല്ലല്ലോ അല്ലേ? അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഗോലി സോഡക്കകത്ത് ഫ്ലേവർ എടുത്തിട്ടുള്ള സോഡ വരുന്നുണ്ട് അല്ലേ? പൊട്ടിക്കുന്നത്. അത് ആ കമ്പനിയിലാണോ ജോലി? അല്ലല്ല, നമ്മൾ സാധാ 40 കൊല്ലമായിട്ട് ഒരൊറ്റ കമ്പനിയിലാണ്, സോഡ കമ്പനിയിലാണ്. പണ്ട് മുതലേ ഉള്ള സോഡ കമ്പനി. ഇപ്പൊ ഈ സോഡയുടെ ഒക്കെ ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഈ പാക്ഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ലേശം ഡിമാണ്. മൊത്തത്തിൽ ജീവിതം അങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഹാപ്പിയാണ്, അടിപൊളിയാണ്. അപ്പൊ എന്താ പേരെന്താണ്? എന്റെ പേര് അസൈനാർ. എന്താ നമ്മുടെ ഈ മണ്ഡലത്തിലെ ഒരു പൊതുചിത്രം, രാഷ്ട്രീയ ചിത്രം? UDF കോട്ടയാണ്, കോണിയാണ് ചിഹ്നം എന്നുള്ളതാണ് ലീഗുകാർ പറയുന്നത്. മറുഭാഗത്ത് KSMC വന്നപ്പോൾ മത്സരം കടുത്തു എന്നും പറയുന്നു. എന്താ സാധ്യത ഇവിടെ? നമുക്ക് രാഷ്ട്രീയത്തിന്റെ മൊത്തത്തിലൊരു നോക്കുമ്പോൾ ആര് വരുന്നതാണ് മണ്ഡലത്തിന് നല്ലതെന്നാണ് ചേട്ടൻ കരുതുന്നത്? UDF വരണമെന്നാണ്. UDF. അതെ. അപ്പൊ കോണി തന്നെയാണ് ഇത്തവണയും സാധ്യതയുള്ളത്. കോണി കയറി സമദാനിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.